നമസ്കാരം. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാഷ്ട്രീയം വിടുകയാണത്രേ. ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ചൊരു പ്രസ്താവന ഇറക്കിയത്. രാഷ്ട്രീയം മലീമസമാണ്, അതുകൊണ്ട് തന്നെ അഴിമതി വർദ്ധിക്കുന്നു, അതുകൊണ്ട് ഇനി അതിന് തുടരുവാൻ തനിക്ക് താല്പര്യമില്ല. തൻ്റെ നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങൾ തന്നെ നിർബന്ധിക്കുന്നുണ്ട്, തുടരൂ തുടരൂ എന്ന് പറഞ്ഞ്. അയ്യോ അച്ഛാ പോകല്ലേ, ആ തരത്തിൽ നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇനി തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മത്സരിക്കുവാൻ താനില്ല, പക്ഷേ സജീവ രാഷ്ട്രീയത്തിൽ തുടരും എന്ന് തന്നെയാണ് സിദ്ധരാമയ്യ നടത്തിയിരിക്കുന്ന പ്രസ്താവന. ഇതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട്, എത്രത്തോളം ഇത് അദ്ദേഹം പാലിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ പിന്നീട് നടത്തേണ്ടതാണ്. കാരണം അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ, ഉടനടി അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ, ജനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാനിതാ തിരിച്ചു വന്നിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ യാതൊരു മടിയുമില്ലാത്തൊരു നേതാവാണ് സിദ്ധരാമയ്യ. കാരണം കർണാടക രാഷ്ട്രീയത്തിൽ ഇത്രയും കൗശലക്കാരനായിട്ടുള്ള ഒരു കുറുക്കൻ വേറെയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ പറയുന്നത്. കാരണം ഏത് തരത്തിലും സ്വന്തം കാര്യം നേടിയെടുക്കാൻ എന്തും ചെയ്യുവാൻ ഒരു മടിയുമില്ലാത്ത ഒരു നേതാവ്, അതാണ് സിദ്ധരാമയ്യയ്ക്കുള്ളൊരു പ്രതിച്ഛായ. ജനതാദളിലായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ കരിയർ തുടങ്ങിയത്, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം തുടങ്ങിയത്. പിന്നീട് കോൺഗ്രസ്സിലേക്ക് മാറി ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവായി അദ്ദേഹം മാറി. കർണാടകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ DK ശിവകുമാറിനെ പോലെ കാലാകാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന, കോൺഗ്രസ്സിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചു വരുന്ന നേതാക്കളെയെല്ലാം ഒതുക്കിക്കൊണ്ട് സിദ്ധരാമയ്യ കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തിയത്, കർണാടക കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തിയത് വളരെ പെട്ടെന്നായിരുന്നു. ഒരു മീറ്റിയോറിക് റൈസ് എന്നൊക്കെ പറയുന്നത് പോലെയായിരുന്നു. അത് സംബന്ധിച്ചുള്ളൊരു അസ്വാരസ്യം DK ശിവകുമാറും സിദ്ധരാമയ്യയുമായി എല്ലാ കാലത്തും നിലനിന്നിരുന്നു. പ്രത്യക്ഷത്തിൽ അവർ കെട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് പത്രക്കാർക്ക് മുമ്പിലും ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ പോസ് ചെയ്യുമെങ്കിലും ഈ ഒരു അസ്വാരസ്യം എല്ലാ കാലത്തും നിലനിന്നിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ DK ശിവകുമാറിന് കോൺഗ്രസ്സിനോടുള്ളൊരു വിശ്വാസ്യത, കോൺഗ്രസ്സിനേക്കാൾ കൂടുതൽ വ്യാജഗാന്ധി കുടുംബത്തോട്, സോണിയാഗാന്ധിയോടുള്ളൊരു വിശ്വാസ്യത കാരണം, ആ ഒരു വിശ്വസ്ത സ്വഭാവമുണ്ട്, ഒരു ലോയൽറ്റി എന്നൊക്കെ പറയില്ലേ, ആ സ്വഭാവം കാരണം DK ശിവകുമാർ ഒരിക്കലും ഒരു പരിധി വിട്ട് പാലം വലിക്കാൻ നിന്നിട്ടില്ല. പക്ഷേ സിദ്ധരാമയ്യയ്ക്ക് ഈ പാലം വലിയുടെ കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യമോ അല്ലെങ്കിൽ മനസാക്ഷി കുത്തോ ഉണ്ടായിട്ടില്ല. തനിക്ക് അനുകൂലമല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യം വികസിച്ച് വരുന്നത് കണ്ടാൽ തൻ്റെ പാർട്ടിക്ക് ദോഷമുണ്ടായാലും ശരി, തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും വേണ്ട എന്നുള്ളൊരു മനോഭാവം കാലാകാലങ്ങളിൽ സിദ്ധരാമയ്യ വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ മലീമസമായിട്ടുള്ള രാഷ്ട്രീയമെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് താൻ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പാർട്ടി മലീമസമാണ്, അല്ലെങ്കിൽ ഒരു സെപ്റ്റിക് ടാങ്കോ അതിനേക്കാൾ വൃത്തികെട്ട ഏതെങ്കിലും ഒരു വ്യവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുവാൻ മുഖ്യമന്ത്രി പദം പോകേണ്ടി വന്നു. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കൗശലക്കാരനായ ഒരു കുറുക്കൻ എന്ന് വിളിക്കപ്പെടുന്ന ഇദ്ദേഹം സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ ചില്ലറയല്ല. മലീമസമായിട്ടുള്ളൊരു മനസ്സോടുകൂടി തന്നെയാണ് പലപ്പോഴും അദ്ദേഹം ഹിന്ദു സമൂഹങ്ങളെ സമീപിച്ചിട്ടുള്ളത്. അവരുടെ ഇടയിൽ ജാതി പറഞ്ഞ് ഭിന്നതയുണ്ടാക്കുവാൻ നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരുന്നു. ചില സർക്കാർ ഉത്തരവുകളിലൂടെ ഒരു ജാതി ഹിന്ദുമതത്തിൻ്റെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ശ്രമിച്ചു. കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും കൃത്യമായിട്ട് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു കുത്തിത്തിരിപ്പ് നടക്കാതെ പോയത്. വലിയ രീതിയിലുള്ളൊരു ഭിന്നത ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കാൻ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരുന്ന, ഹൈന്ദവ വിശ്വാസങ്ങളെ ലഭ്യമായ സാഹചര്യങ്ങളിലെല്ലാം അപമാനിക്കുവാൻ മടിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഈ മലീമസമായിട്ടുള്ള സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കരകയറി പോകുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന സിദ്ധരാമയ്യ. ഇനി അതിനും അപ്പുറത്തേക്ക് അഴിമതിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അഴിമതി ഒരുപാട് വർദ്ധിക്കുന്നു എന്ന് പറയുന്നു. അഴിമതി ഒരുപാട് വർദ്ധിക്കുന്നു, പക്ഷേ അതിൽ എൻ്റെ പങ്ക് എനിക്കിപ്പോൾ ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു മനോവിഷമമാണ് അദ്ദേഹം പറയാതെ പറയുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശകർ പറയുന്നത്, എതിരാളികൾ പറയുന്നത്. ഏറെക്കുറെ അതിൽ സത്യമുണ്ട് എന്ന് നമുക്ക് തോന്നിക്കുന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും മറ്റ് സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്തും സിദ്ധരാമയ്യയുടെ പ്രവർത്തികളും അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുള്ള ആരോപണങ്ങളും. നിരവധി അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലതും കൃത്യമായിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് തേച്ചു മാച്ച് കളഞ്ഞു. ആ കേസുകളെല്ലാം തേച്ചു മാച്ച് കളഞ്ഞു. പ്രത്യേകിച്ച് UPA സർക്കാരിൻ്റെ കാലത്ത് സിദ്ധരാമയ്യയ്ക്ക് നേരെ വന്നിട്ടുള്ള ആരോപണങ്ങളെയെല്ലാം മറച്ച് വയ്ക്കുവാനും മൂടി വയ്ക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. തന്നെയുമല്ല, മുഖ്യമന്ത്രിയായിരുന്ന അവസാന കാലഘട്ടത്തിൽ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, അത് ഭരണത്തിലെ കെടുകാര്യസ്ഥതയാവട്ടെ, അഴിമതിയാകട്ടെ, പരസ്യമായിട്ടുള്ള ആഭാസ പ്രകടനങ്ങളാകട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ പ്രസിദ്ധനാണ് സിദ്ധരാമയ്യ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം ഒന്നെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചോ, ശക്തി ഉപയോഗിച്ചോ, അല്ലെങ്കിൽ തന്ത്രങ്ങൾ ഉപയോഗിച്ചോ, കൈക്കൂലി ഉപയോഗിച്ചോ, മറ്റെന്ത് രീതിയിലൂടെയും
മൂടി വയ്ക്കുവാനും മറച്ചു വയ്ക്കുവാനും ഈ ബ്രഷിങ് ഇറ്റ് അണ്ടർ ദ കാർപ്പറ്റ് എന്ന് പറയുമല്ലോ, ബ്രഷിങ് എവറിത്തിങ് അണ്ടർ ദ കാർപ്പറ്റ്. ഒരു പൊടി ഒരുപാടുണ്ടെങ്കിൽ പരവതാനിക്ക് അടിയിലേക്ക് അത് തൂത്തുകൂട്ടി അതിനെ മറച്ചു പിടിക്കുക. പൊടി പോകുന്നില്ല, പക്ഷേ പ്രത്യക്ഷമാകുന്നില്ല. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങൽ നടത്തിയോ ഒക്കെ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ മിടുക്കനായിരുന്നു സിദ്ധരാമയ്യ. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയം അഴിമതിയുടെ വർധന കാരണം മലീമസമാണ് എന്ന് പറയുമ്പോൾ, എന്ന് നെടുവീർപ്പിടുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ് കർണാടകത്തിലെ ജനങ്ങൾ. കാരണം ഈ വ്യക്തി എന്തായിരുന്നു എന്നുള്ളതും ഈ വ്യക്തിക്ക് എന്ത് സാധിക്കും, എന്തിനും മടിക്കാത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളതിനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്ക് മാത്രമല്ല സഹചാരികൾക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകില്ല. കാരണം അദ്ദേഹത്തിന് സ്ഥായിയായിട്ടുള്ളൊരു സുഹൃത്തോ ശത്രുവോ ഇല്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന് ഗുണമുണ്ടാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് മാലിന്യ കൂമ്പാരത്തിലേക്കും എടുത്തു ചാടുവാൻ അദ്ദേഹം തയ്യാറാകും. രാഷ്ട്രീയ സംബന്ധമായി പറഞ്ഞാൽ, വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമല്ല പറഞ്ഞത്. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ തന്ത്രശാലിയായിട്ടുള്ളൊരു കുറുക്കൻ തന്നെയാണ് സിദ്ധരാമയ്യ. ഇപ്പോൾ ഈ മലീമസമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു പോവുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കാകുലരാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സഹചാരികൾ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൽ നിന്ന് കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനം ബലമായി പിടിച്ചു വാങ്ങിയ DK ശിവകുമാർ. കാരണം ഇപ്പോഴും സിദ്ധരാമയ്യയുടെ കാര്യത്തിൽ പറഞ്ഞാൽ ഒരു കാര്യം സമ്മതിച്ചേ മതിയാകുകയുള്ളൂ. ഭരണത്തിലിരിക്കുമ്പോഴാണെങ്കിലും ഭരണത്തിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്താണെങ്കിലും കോൺഗ്രസ്സിൽ കർണാടകയിലുള്ള MLA-മാരിൽ നല്ലൊരു വിഭാഗം അദ്ദേഹത്തോട് കൂറു പുലർത്തുന്നവരാണ്. DK ശിവകുമാർ ആകട്ടെ അദ്ദേഹത്തിൻ്റെ കൂറും വിശ്വാസവും ആത്യന്തികമായി വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ പ്രതിയാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനൊരു ചിന്തയുമില്ല തൽക്കാലത്തേക്ക്. പക്ഷേ ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകുമ്പോൾ വ്യാജഗാന്ധി കുടുംബത്തിൽ സോണിയാഗാന്ധിയുടെ കാലശേഷം ആ സമയം വരെ ഇവർ രണ്ടുപേരും ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നാൽ ഇവർ തമ്മിലുള്ളൊരു പോര് പരസ്യമായി പുറത്തു വരുമെന്ന് ആണ് കർണാടകയിലുള്ള രാഷ്ട്രീയ നിരീക്ഷകർ നമ്മളോട് പറയുന്നത്. അത് ഏറെക്കുറെ സത്യമാണെന്ന് തന്നെയാണ് ഇത്രയും കാലത്തെ സംഭവങ്ങൾ നമ്മളോട് പറയുന്നത്. എന്തായാലും സിദ്ധരാമയ്യ മലീമസമായ കോൺഗ്രസ് എന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് ഈ കഴിഞ്ഞ ദിവസം സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താകും സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയ ഭാവി? അദ്ദേഹത്തിൻ്റെ പുതിയ തന്ത്രം എന്താണ്? സജീവ രാഷ്ട്രീയത്തിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു അടിക്കുറിപ്പ് പോലെ പറഞ്ഞിട്ടുണ്ട്. സജീവ രാഷ്ട്രീയത്തിൽ തുടരുന്ന സിദ്ധരാമയ്യ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ നിർബന്ധം സഹിക്കവയ്യാതെ തിരികെ തിരഞ്ഞെടുപ്പ് മത്സരവേദിയിലേക്ക് എത്തുമോ ഇല്ലയോ, അത് കോൺഗ്രസിനെ എത്തരത്തിൽ ബാധിക്കും കർണാടകയിൽ എന്നുള്ളതെല്ലാം ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. കാത്തിരിക്കാം നമുക്ക്. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രിപ്ഷനോടുകൂടി അവസാനിപ്പിക്കാതെ ഈ സംവാദങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.